നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കിണറ്റിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ല, നമ്മുടെ കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് നമ്മുടെ വീടിൻ്റെ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞത്. ഈ മാസം 20-ാം തീയതിയാണ് നമ്മളിത് വീണ്ടും എന്താ പറയുക ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ കിണറ്റിലെ നമ്മളിപ്പോൾ വെള്ളം കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക വീടിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്ലംബിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റായി വന്നു. പക്ഷേ ഒരു 2 ആഴ്ച മുന്നേ നമുക്ക് വീണ്ടും പണി കിട്ടി. നമ്മളുടെ ബാത്റൂമിൽ ചെറിയ പൈപ്പുകളും ക്ലോസറ്റ്സും ഒക്കെ നമുക്ക് ലീക്ക് വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഉണ്ടല്ലോ, കിണറ്റിലെ വെള്ളം നമ്മളിങ്ങനെ തുടിച്ചെല്ലാ ദിവസം കോരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ കണ്ടോ, പച്ച കളറായിട്ടായിരിക്കണം. അതായത് നമ്മുടെ തോട്ടും പക്കത്താണ് നമ്മുടെ ഈ കിണർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം എന്നും ഇങ്ങനെ വെള്ളം കോരി ഈ പാടയും സംഭവങ്ങളൊക്കെ മാറില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിണറ്റിൽ ഇങ്ങനെ പാട കിട്ടുമെന്ന് പറഞ്ഞു. ശരിയാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് വാൽവിൽ നിന്ന് നമ്മൾ ഈ മോട്ടർ അടിച്ച് വെള്ളം അങ്ങനെ മുകളിലേക്ക് പോകുന്നത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ കളറ് വരണേ. അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പാട്ടയും കയറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്തു നമ്മുടെ കിണർ. അപ്പോൾ അതെല്ലാ ദിവസവും ആ പാട മാറുന്ന വരെ ഭംഗിയായിട്ട് വെള്ളം കോരി കളയണം, അല്ലെങ്കിൽ അവിടെ ഒരു ഇളക്കം വരണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി നമ്മളോട് ഒത്തിരി പേര് പറയുന്നത് നമ്മുടെ എണ്ണ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ ഒരു വട്ടം പറഞ്ഞല്ലോ, വാർ നടക്കുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് വരെ നമ്മുടെ എണ്ണ കയറിപ്പോയിട്ടുള്ളതാണ്. സ്റ്റിൽ നമ്മൾ ഇൻ്റർനാഷണൽ വേൾഡ് വൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ അസുഖമുള്ള ആൾക്കാരുണ്ട്, ഒത്തിരി ക്യാൻസർ പേഷ്യൻസും ഒരുപാട് പേര് നമ്മുടെ എണ്ണ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ പേരും പുറം നാട്ടിൽ പോകുമ്പോൾ അവരുടെ മുടി എന്താ പറയുക ക്ലോറിൻ വാട്ടർ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ നര ഉണ്ടാവുന്നു. കൊച്ചു കുട്ടികളെങ്കിൽ തോന്നുന്നു ഒരു 8 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളും അതിന് താഴെ കുട്ടികൾക്ക് വരെ ഈ ഹെയർ പ്രീമേച്ചർ ഗ്രേയിങ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കരിഞ്ജീരക എണ്ണയും നീലമര എണ്ണയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണേ. പക്ഷേ എണ്ണയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടൊരു ഡൈ എഫക്റ്റ് നമ്മുടെ എണ്ണയ്ക്ക് കിട്ടില്ല. കുറച്ചധികം കാലം നമ്മളത് യൂസ് ചെയ്യണം. അപ്പം ഇന്ന് നമ്മളുടെ പ്രൗഡ്ലി പറയാണ്, നമ്മുടെ അമ്മാസിൻ്റെ അടുത്ത പ്രോഡക്റ്റ് വരാൻ പോവാണ്. പ്രസൻ്റ്ലി നമുക്കുള്ളത് ജെല്ലുണ്ട്, നമ്മുടെ ചെമ്പരത്തിയുടെ ജെല്ലുണ്ട്, നമ്മുടെ ഹെയർ പാക്ക് ഉണ്ട്, 2 തരം എണ്ണയുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഹെന്ന ആൻഡ് ഹെയർ ഡൈ, നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കുറേ നാളുകളായി, എനിക്ക് തോന്നുന്നു നമ്മുടെ വീട് പണിയൊക്കെ നടന്ന ഒരു പകുതിയൊക്കെ ആയപ്പോൾ തുടങ്ങി ഇതിൻ്റെ ഇങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് ആ ഒരു പ്രോസസ്സിൽ എങ്ങനെ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത്. നരച്ച മുടിയുള്ളവർക്കും പ്രീമേച്ചർ ഗ്രേയിങ് ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ അടുത്ത പ്രൊഡക്റ്റാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കാരണം ഇത് കുറച്ചധികം നേരം വെക്കണം. ഒരു 5, 6, 7 മണിക്കൂറോളം നമ്മളത് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതുകൊണ്ട് സെറ്റ് ആയതിന് ശേഷവും എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വരാൻ പോകുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കരിഞ്ജീരകം ഒക്കെ അവിടെ ഇരിക്കേണ്ട. കരിഞ്ജീരകത്തിൽ പഴയ പോലെ അല്ല, ഇപ്പം നമുക്ക് കിട്ടുന്ന കരിഞ്ജീരകം ഉണ്ടല്ലോ, ഈ ചെറിയ കുട്ടി ഉച്ച് എന്നാണ് ഇവിടെയൊക്കെ പറയാം. ചെറിയ ഈ ബഗ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് വൃത്തിയായിട്ട് ഒന്ന് ഉണങ്ങാനിടണം. ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് മാത്രമേ ഇടുള്ളൂ, കാരണം മഴയൊക്കെ എപ്പോഴാണ് വരികയെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ വിരിച്ചിടണം. ഇതൊരു നെറ്റ് പോലെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹെർബൽ പാക്കൊക്കെ നമുക്കിതുപോലെ പൊടിച്ചിട്ട് കിട്ടുന്നതാണ്. എല്ലാ സാധനവും നമ്മൾ എടുത്തു കൊടുക്കണം. റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ എടുത്തു കൊടുത്തിട്ട് നമ്മളത് പ്രത്യേകം ആയുർവേദ കടകളിൽ പൊടിച്ച് കിട്ടുന്ന പോലെ പൊടിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെന്നയുടെ മിക്സും കാര്യങ്ങളും എന്താണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോഴും എണ്ണ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഹെയർ ഫോൾ ഒട്ടും കുറയാറില്ല ശ്രുതി ചേച്ചി അല്ലെങ്കിൽ ശ്രുതി. അത് ഇപ്പം ഞാൻ പറയും സീസണൽ ഹെയർ ഫോൾ ആണ് പറയും. അപ്പോൾ എല്ലാവരും പറയും ഓരോ സീസണിൽ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവസാനം നമ്മുടെ തലമൊത്ത് പൊട്ടയാവും എന്ന് പറയും. ശരിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയാറില്ല, നമ്മുടെ ഹെയർ, നമ്മുടെ ശരീരമായാലും നമ്മുടെ മനസ്സായാലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം ഒരു കാര്യം, നമ്മൾ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന കാര്യം എന്താണോ അതനുസരിച്ചൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരാം. നമ്മുടെ തോട്ട്സും നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്താണോ അത് തന്നെയാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക. നമ്മുടെ ബോഡി എങ്ങനെയാണ്, നമ്മുടെ സ്കിൻ എങ്ങനെയാവണമെന്നൊക്കെ. തലയോട്ടിയിൽ എന്ന് പറയുന്നത് ഞാൻ പറയാറില്ല, അതേ ഒരു ചർമ്മമാണ് നമ്മുടെ സ്കിന്നെന്നും നമ്മുടെ ഈ തലയോട്ടി എന്ന് പറയുന്നതും. അതിൽ നിന്ന് വരുന്ന മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണവും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, നമ്മുടെ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, പ്ലസ് കഴിക്കുന്ന ഭക്ഷണം. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ തലയോട്ടിയിൽ പുറത്തുള്ള നമ്മുടെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ്, താരനുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് പണ്ടുള്ളവർ ഈ മൈലാഞ്ചി സംഭവങ്ങളൊക്കെ തലയിൽ അരച്ചിടും നമ്മൾ ഹെന്നയായിട്ട്. പണ്ട് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ, മഴക്കാലത്തല്ലേ ശ്രേട്ട കുഴിനകം കുത്തുന്ന സമയം എപ്പോഴാണ് കാല് കുഴിനകം വരുന്നത്? കുഴിനകം ഇപ്പോഴുള്ളവർക്കൊന്നും ഇല്ല, കാരണം ഭയങ്കര വൃത്തിയാണ് എല്ലാവർക്കും. ഫുൾ പെഡിക്യൂറും മാനിക്യൂറും സംഭവങ്ങളൊക്കെ ചെയ്ത് ഫുൾ ക്ലീൻ നീറ്റാണ്. ഈ കുഴിനകം വരുന്ന സമയം നമ്മൾ പറയരുത്, നമ്മൾ ഈ ചൂടുകാലം
അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാലോ എന്താ കുഴുന്നൊക്കെ. അപ്പം അത് വരുമ്പോൾ നമ്മൾ ഈ മൈലാഞ്ചിയാണ് അരച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിലെ ഡിസീസ് മാറാൻ വേണ്ടി ചെയ്യുന്നതാണ്. നല്ലൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയാണ് നമ്മുടെ മൈലാഞ്ചി. പക്ഷേ മൈലാഞ്ചി പൊടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ബ്രാൻഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. എനിക്കറിയാം ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് നമ്മുടെ കേരളത്തിലുണ്ട്, പുറത്തുനിന്ന് വരുന്നതുണ്ട്. ഏറ്റവും നല്ല ഹെന്ന മിക്സ് പറയുന്നത് രാജസ്ഥാനി ഹെന്ന തന്നെയാണ്. അത് ഏത് നിങ്ങൾ നമ്മുടെ നാട്ടിലെ മൈലാഞ്ചി ആണെങ്കിലും ചുമക്കാനൊക്കെയുള്ള ഒരുപാട് സൂത്രപ്പടികളുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും നല്ല ക്വാളിറ്റി നമുക്ക് ഡൈ ഹെന്നയായിട്ട് കിട്ടുന്നത് രാജസ്ഥാനി ഹെന്ന തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ചിന് മുന്നേ പറയട്ടെ, നമ്മളിവിടെ ഉപയോഗിക്കുന്നതും രാജസ്ഥാനി ഹെന്ന തന്നെയാണ്. നമ്മുടെ മൈലാഞ്ചിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതായതുകൊണ്ട് തന്നെ താരൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് ശരിക്കും വർക്കാവുന്ന ഒന്നാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, മൈലാഞ്ചി പച്ച അരച്ച് നമ്മൾ തലയിലിടുമ്പോൾ സൈനസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് പെട്ടെന്ന് ഇരർക്കുണ്ടാവും. അതേസമയം ഇതുപോലെ പൊടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബെറ്ററായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ ഹെന്ന യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 1 ലെയർ കോട്ടിങ് കൂടെയാണ് നമ്മുടെ സ്കാൽപ്പിൽ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസും അതുപോലെ ചെറിയ ഈ തൊലിപ്പുറത്ത് കാണുന്ന എന്തെങ്കിലുമൊക്കെ ഫ്ലേക്സ് പോലെ വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് മാറാനായിട്ട് നമ്മുടെ മൈലാഞ്ചി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെന്ന മിക്സും അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഉണ്ടാക്കി കാണിക്കാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 6, 7, 8 മണിക്കൂറോളം നമ്മളിതിന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതുകൊണ്ട് ആ സെറ്റിംഗ് ടൈം എനിക്കിപ്പോൾ ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് ഞാനിത് പ്രിപ്പയർ ചെയ്ത് കാണിക്കില്ല. നാളെ എനിക്കിത് ഇടാനുള്ളതായതുകൊണ്ട് ഞാനിത് തലേദിവസം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ മൈലാഞ്ചി പൊടി കുറച്ച് കട്ടൻ ചായയിലോ അല്ലെങ്കിൽ നാരങ്ങ നീരിൽ അതുപോലെ അല്ലെങ്കിൽ മുട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം വെക്കുക. ഒരു 5-6 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് ഹെന്ന പോലെ അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതുപോലെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതായത് ആസച്ച് ഇങ്ങനെ നന്നായിട്ട് ഇതിൽ കുതിർന്ന് ഈ ഹെന്നയുടെ എല്ലാം, അതായത് നല്ല കട്ട ചുമന്ന കളറാണ് എനിക്ക് എൻ്റെ ഹെന്നയ്ക്ക് കിട്ടിയത്. നമ്മുടെ ഈ കയ്യിലിട്ടിരിക്കുന്ന സംഭവം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ് കിട്ടിയത്. പക്ഷേ ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ആ ഒരു കളർ മാറിയിട്ട് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേനും നല്ലൊരു എന്താ പറയുക മെറൂൺ ഷെയ്ഡിലേക്ക് നമ്മുടെ ഇത് വരും. അപ്പോൾ നമ്മുടെ ഹെയർ നല്ലപോലെ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല മെറൂണിഷ് ആയിട്ട് കിട്ടും. പക്ഷെ നമുക്ക് വേണ്ട കളറ് ഡൈ കളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നീലയമരയും കൂടെ യൂസ് ചെയ്യണം. അപ്പം ആദ്യം ഇങ്ങനെയായിരിക്കും. എന്നോട് എല്ലാവരും പറയുന്നത് എനിക്ക് ഒട്ടും സമയമില്ല, എണ്ണ തേക്കാനും സമയമില്ല, ഷാമ്പു ചെയ്യാനും സമയമില്ല, ഹെയർ കെയർ ചെയ്യാൻ സമയമില്ല, ഒന്നിനും സമയമില്ല പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ടാണ് ഞാനിത് റെഡി ടു മിക്സ് ആണ്, റെഡി ടു യൂസ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹെന്നയുടെ മിക്സാണിത്. ഇതിങ്ങനെ തന്നെയാണ് തരാൻ പോകുന്നത്. നിങ്ങളിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് സെപ്പറേറ്റ് മൈലാഞ്ചി, എല്ലാവരും പറയുന്നത് ഹെന്ന ഇടാൻ ഭയങ്കര മടിയാണ്. കാരണം ഇത് കട്ടൻ ചായ ഒഴിക്കണം, കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം, പിന്നെ എന്താണ് ഇത് ചുമക്കാൻ വേണ്ടി വേറെ സംഭവങ്ങൾ ഇടണം, ഒരു ദിവസം ഒരു 24 hours എങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. അതൊന്നും വേണ്ട. ജസ്റ്റ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ റെഡി ടു യൂസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഹെയർ ഡൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം പോരാ. വെരി നെക്സ്റ്റ് ഡേ നമുക്ക് നമ്മുടെ നീലയമരിയുടെ ഡൈയും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം കേട്ടോ. മൈലാഞ്ചിയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം വയ്ക്കുന്നോ അതനുസരിച്ചിട്ടാണ് നമുക്കതിൻ്റെ കളർ വരിക. പല സ്റ്റെയിൻ ഉണ്ട് നമുക്കിപ്പം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാജസ്ഥാനി ഹെന്ന പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ച് മേടിക്കാം കേട്ടോ. നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് സംഭവം. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ എണ്ണയുടെ കാര്യം പറയണ പോലെ എനിക്ക് ഉണ്ടാക്കുന്നതിനും ചെയ്യുന്നതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഓർഡറും കാര്യങ്ങളും പോകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്നും പ്രൈവറ്റാക്കി ഇട്ടിട്ടില്ല. എണ്ണ ഉണ്ടാക്കുന്ന 3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അളവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ജെല്ല് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഒന്നിനും ഒരു പ്രൈവസി വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കയറിയിട്ട് പ്ലേലിസ്റ്റ് നോക്കിയിട്ട് വീഡിയോസ് നോക്കിയിട്ട് അതുപോലെ വീട്ടിലുണ്ടാക്കാം കേട്ടോ. ഹോം മെയ്ഡ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഓർഡർ തരുന്നവർക്ക് ഇങ്ങനെയായിരിക്കും കൊടുക്കുക. റെഡി ടു യൂസ് ആയിട്ട് നമ്മുടെ ഹെന്ന കൊടുക്കും. ഇത് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കൊണ്ടുചെന്നാൽ നിങ്ങൾ സെറ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നേരെ തലയിലേക്ക് ഇടാം. എണ്ണ തേച്ചിട്ട് ഇടാം, എണ്ണ തേക്കാതെ ഇടാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഭയങ്കരമായിട്ട് ഹെയർ ഫ്രിസി എന്താ പറയുക ഡ്രൈ ഹെയർ ആണ് വെച്ചാൽ ബെറ്റർ നമ്മൾ കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഹെന്ന ഇടുന്നത് ബെസ്റ്റ് കേട്ടോ. അത് സ്കാൽപ്പിലും ഇടാം, ടോപ്പ് ടു ബോട്ടം ഇടാം. കൂടുതലും നമുക്ക് നര എവിടെയാണോ ആ ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിടാം. നല്ല ഹെയർ ഇങ്ങനെ എന്താ പറയുക ഒട്ടിയിരിക്കാണ്ട് ഒന്നിങ്ങനെ എന്താ പറയുക പഫായിട്ട് കിടക്കാനായിട്ട് കുറച്ച് ഉള്ളൊക്കെ ഫീൽ ചെയ്യാനായിട്ട് നമ്മുടെ ഹെന്ന ഹെൽപ്പ് ചെയ്യും. ഡാൻഡ്രഫ് പൊയ്ക്കോളും, ഹെയർ ഗ്രോത്തും ഉണ്ടാവും, നല്ല ഉറക്കവും കിട്ടും. ഓക്കെ, അപ്പോൾ ഹെന്ന റെഡി നമ്മൾ ഇട്ടതിന് ശേഷം ഒരു 2 hours എങ്കിലും നമ്മൾ മാക്സിമം അല്ല മിനിമം 2 hours വയ്ക്കണം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. അതിന് ശേഷം നീലയമരിയുടെ
പൊടി എടുത്തിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് തരാം. ഒന്നില്ലെങ്കിൽ ഹെന്ന മാത്രം മതിയുള്ളവർക്ക് ഹെന്ന മാത്രം തരാം. അത് മിക്സായിട്ട് തരിക, പൊടി തരില്ല. മെഹന്തിയുടെ പൊടിയായിട്ടല്ല കിട്ടുക കേട്ടോ, മിക്സായിട്ട്. ഇത് ഇങ്ങനെ റെഡി ടു യൂസിലാണ് കിട്ടുക. ഇത് നമുക്ക് അതായത് നമ്മൾ തരുന്ന നമ്മുടെ ഈ ഹെന്ന ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരു ദിവസം ഇട്ടിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴുകിക്കളയാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു റൈറ്റ് ഓറഞ്ച് ഷെയ്ഡായിരിക്കും കിട്ടുക, കുഴപ്പമില്ല. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേനും നല്ലൊരു ഡാർക്ക് സ്റ്റെയിനിലേക്ക്, അപ്പോൾ ഇതിൻ്റെ കയ്യിലിട്ടിരിക്കുന്ന ഈ മൈലാഞ്ചി കളറില്ലേ, ഈ ഒരു സ്റ്റെയിനിലേക്ക് നമുക്ക് വന്നോളൂ കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയിട്ട് അതിന് ഇട്ട് നോക്കിയതാണ് എത്രമാത്രം ചുമക്കുന്ന പറയാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ദിവസം, അതായത് ഇന്നിപ്പോൾ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം, അത് ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വേണം നമുക്ക് ഡൈ, നമ്മുടെ നീലമരി ഡൈ നമ്മുടെ തലയിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നീലമരി മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ. ശരിക്കും എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള പൗഡർ കിട്ടണം. ഇപ്പോൾ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല സാധനങ്ങളുണ്ട്, നോക്കി മേടിക്കുക കേട്ടോ. കുറേ പൊടികളെന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ മിക്സായിട്ടൊക്കെ കിട്ടുന്നുണ്ട് ശരിക്കും നീലമരി. പക്ഷെ അത് നോക്കി മേടിക്കണം. പറ്റുകയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നു, ഇല ഉണ്ടായിരുന്നു ഉണക്കി പൊടിച്ചത്, അവിടെ നമ്മുടെ എണ്ണയുടെ വീട്ടിലിരിക്കുക. അത് ശരിക്കും ഒരു 5 ദിവസമൊക്കെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങി കിട്ടും. നീലമരിയുടെ പൊടി നമുക്ക് നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അവിടെ നിന്ന് മേടിച്ചിട്ട് ഇലയായിട്ട് മേടിക്കാൻ കിട്ടും. കഴുകി ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഡൈ ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ, നീലമരിയുടെ പൊടിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് റിയാക്ഷനാണ്. പെട്ടെന്നാണ് ആ ഡൈ നമ്മുടെ മുടിയിലേക്ക് പിടിക്കുക. അതുകൊണ്ട് മൈലാഞ്ചി ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും. പക്ഷേ നീലമരി ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം വെക്കാൻ പാടില്ല. അപ്പം ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, പിശുക്ക് കാരണം നല്ല പണിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. നീലമരിയുടെ പൊടി എടുത്തിട്ട് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നീലമരിയുടെ പൊടി ഇട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ലൂക്ക് വാം വാട്ടറാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ചൂടുള്ള വെള്ളം ഇല്ല വെച്ചാൽ സാധാരണ പച്ചവെള്ളം എടുത്താൽ മതി. ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. പക്ഷെ ഇത് പോരാട്ടോ, അത് ഞാൻ കുറച്ചേ കാണിക്കുള്ളൂ. കാരണം എനിക്കിപ്പോൾ നരയൊന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ തലയിലിട്ടേനെ, വെറുതെ പൊടി കളയണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ചിലപ്പോൾ 100 ഗ്രാമിൻ്റെ പാക്കറ്റ് ആണെങ്കിൽ ആ 100 ഗ്രാമും എടുക്കണം കേട്ടോ. കാരണം നമ്മുടെ തലയിൽ എത്ര നരയുണ്ടോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പൗഡർ മിക്സ് ചെയ്യാനായിട്ട്. എപ്പോഴും ശ്രദ്ധിച്ചോളൂ, മൈലാഞ്ചിക്ക് നമ്മൾ കുറേ നേരം വെച്ചാൽ സ്റ്റെയിൻ വരും. നീലമരി ഇൻസ്റ്റൻറ്റ് റിയാക്ഷനാണ്. പെട്ടെന്ന് നമ്മുടെ അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ വെള്ളത്തിലുള്ളതിൻ്റെ ഓക്സിജൻ്റെ ഈ റിയാക്ഷൻ കൊണ്ട് പെട്ടെന്ന് ഇത് ഡൈ ആവാൻ തുടങ്ങും. ഒരു വയലറ്റ് കളറിലേക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് പോവും, അതായത് ഡൈ ആവാൻ തുടങ്ങുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മുടിയിലിടുക. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊരു ക്ലിങ് റാപ്പോ എന്തെങ്കിലും വെച്ച് തല ഒന്ന് കവർ ചെയ്യുക. അതിന് ശേഷം 2 hours കഴിഞ്ഞിട്ട് ജസ്റ്റ് നോർമൽ വാട്ടറിൽ, പച്ചവെള്ളത്തിൽ, ടാപ്പ് റണ്ണിങ് വാട്ടറിൽ ഹെയർ കഴുകിക്കളയാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് മെയ് 1-ാം തീയതി തുടങ്ങിയാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഹെന്നയുണ്ടാവും, അതുപോലെ തന്നെ നീലമരിയുടെ മിക്സും ഉണ്ടാവും. നീലമരി എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ പച്ചവെള്ളത്തിൽ ഇതുപോലെ കുഴച്ചിട്ട് നിങ്ങളുടെ തലയിൽ ഇട്ട് കൊടുക്കുക, നരയുള്ള ഭാഗത്ത്. ഒരു കാരണവശാലും നേരിട്ട് നരയിലേക്ക് ഇത് തേക്കരുത്. മൈലാഞ്ചി ഇട്ടിട്ട് വർക്കായി കഴിഞ്ഞ് ആ റെഡ് കളറോ ബ്രൗൺ കളറോ ഈ ഒരു സ്റ്റെയിനോ വന്നതിന് ശേഷം മാത്രമേ നീലമരി ഇട്ടിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ എന്താ പറയുക, വെള്ളി വീശി കിടക്കുന്ന നമ്മുടെ നരച്ച മുടിയിലേക്ക് ഒരു കാരണവശാലും നീലമരി ഇട്ട് കഴിഞ്ഞാൽ ആ കറുത്ത കളറ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് പറയാനാണ്. പിന്നെ ഇത് കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിച്ചത് ഞാൻ ഒരു 3 ദിവസം 3 ദിവസം വെച്ചിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറായി കണ്ടോ. ഇത് ബ്ലാക്ക് ഹെന്നയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിതിൻ്റെ അത്ര വിശ്വാസം പോരാ. കാരണം എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ബ്ലാക്ക് സ്റ്റെയിനിലേക്ക് വന്നതെന്ന്. ഡാർക്ക് മെറൂൺ എനിക്ക് കിട്ടിയ കളർ ഇതാണ് കറക്റ്റ് പെർഫെക്റ്റ് വന്നത്, നമ്മുടെ ഈ ഒരു കളറിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എനിക്കവിടെ കുറച്ച് അധികം പണികളുണ്ട്. കരിഞ്ചീരകമൊക്കെ അതേ സന്ധ്യ ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കരിഞ്ചീരകം നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി നമ്മുടെ എണ്ണയുടെ മുറിയുടെ അവിടെ കൊണ്ടുവയ്ക്കണം. ഇനി അടുത്ത ആഴ്ച എണ്ണ ഉണ്ടാക്കുകയുള്ളൂ. അത് നമ്മൾ തലേദിവസമാണ് കരിഞ്ചീരകം മേടിച്ചിരുന്നത്. പക്ഷെ ഇപ്പം അത് പോരാ, കാരണം കിട്ടുന്ന കരിഞ്ചീരകം മൊത്തം നമ്മൾ അരിച്ച് പെറുക്കി വൃത്തിയാക്കിയിട്ട് വേണം എണ്ണയ്ക്ക് എടുക്കാനായിട്ട്. ഓക്കെ, ഞാൻ ഈ ബാണ്ടൊക്കെ കൊണ്ട് പോട്ടെ. ഒത്തിരി പേരുടെ മെസ്സേജസ് നോക്കാൻ പെൻഡിങ് ഉണ്ട്. 16-ാം തീയതി ഏപ്രിൽ 16-ാം തീയതി വരെ ഞാൻ നോക്കി എത്തിയിട്ടുള്ളൂ. 1251 മെസ്സേജ് ഇന്ന് 3 മണി വരെ എനിക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത്രയൊന്നും ഞാൻ നോക്കി എത്തില്ല. 200 മെസ്സേജ് പെർ ഡേ, അതിനപ്പുറം എനിക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 5 ദിവസത്തെ ഗ്യാപ്പ് ചോദിക്കണത്. 16-ാം തീയതി വരെയുള്ള ബുക്ക് ചെയ്തവരുടെ മെസ്സേജ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. 4 ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആരും റിപ്പീറ്റഡ്ലി മെസ്സേജ് അയക്കാതിരിക്കുക. അങ്ങനെ അയച്ചാൽ നമുക്കത് ഓവർലാപ്പിംഗ് ആണ്. ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് പിന്നെ ഒരു 4 ഡേയ്സ് കഴിഞ്ഞിട്ടേ കാണുള്ളൂ. പിന്നെന്താ, ഏപ്രിൽ 8-9 തീയതി വരെ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഓയിൽ നമ്മൾ അയച്ചു കേട്ടോ.
അപ്പോൾ അത് കൊണ്ടുവയ്ക്കട്ടെ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് പറഞ്ഞു, എനിക്ക് വാട്സപ്പിൽ പേഴ്സണലി മെസ്സേജ് ഉണ്ടായിരുന്നു, ഈ ശ്രുതി ചേച്ചി ഭസ്മത്തട്ടിൻ്റെ കാര്യം ഇങ്ങനെ പറയേണ്ടത് എവിടെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. പക്ഷേ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മുടെ ഗുരുവായൂരുണ്ട്, കോരപ്പത്ത്, തൃശ്ശൂർ കോരപ്പത്തുണ്ട്, അതുപോലെ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള സ്ഥലം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച ഭസ്മത്തട്ട് ഇതല്ല കേട്ടോ. ഇത് കോമൺ ആണ്, എല്ലായിടത്തും കിട്ടും. അച്ഛൻ്റെ അടുത്തേ, അതായത് എൻ്റെ ഫാദറിനോട് അടുത്ത് ആൾ ഈ സന്ധ്യ സമയത്ത് എപ്പോഴും ഇങ്ങനെ ഒരു മരത്തിൻ്റെ പോലത്തെ ഒരു ഭസ്മത്തട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട്, ഇങ്ങനെ റൗണ്ട് അല്ല, സ്ക്വയർ പീസ് തട്ട്, അതിനുള്ളിൽ നിന്നാണ് ഭസ്മം തൊട്ടുവരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് വരും. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും വീഡിയോ എനിക്ക് തോന്നുന്നു 8, 9, 10 തവണ വരെ റിപ്പീറ്റഡ്ലി ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു കുറേ പേര്. ഒത്തിരി പേർക്ക് വീട് അങ്ങ് മനസ്സിലേക്ക് ഒരുപാട് കയറിയെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. കറക്റ്റ് 1 മാസമാവണു നമ്മുടെ വീഡിയോ എയർ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുടിയുടെ പ്രശ്നമായാലും എന്ത് കാര്യമായാലും നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. അത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സമയത്ത് നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനും ഇഷ്ടത്തിനും അനിഷ്ടത്തിനും നിങ്ങളുടെ എല്ലാവരുടെ കമൻറ്റിനും എല്ലാത്തിനും ഒത്തിരി നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.